ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ല അടിപൊളി ഒരു പ്ലാന്റ്, ഇതിൻ്റെ പേര് ജണ്ടുമുല്ല എന്നാണ്. ജണ്ടുമുല്ല എന്നാണ് എനിക്കറിയാം, വേറെ പേരുണ്ടാന്ന് അറിഞ്ഞുകൂടാ. നല്ല ഭംഗിയും അത് മാത്രമല്ല ഭയങ്കര സുഗന്ധം, നല്ല മണമുള്ള ഒരു ചെടിയാണ് ഇത് കുറേ റോസാപ്പൂ കൊടുത്ത് നമ്മൾ കെട്ടി അടുക്കി ഒരു ജണ്ടു പോലെ വെച്ചതുപോലെ ഉണ്ട്. ഇതിലെത്ര ഫ്ലവർ ഉണ്ടെന്ന് പോലും അറിയില്ല, അത്രയ്ക്ക് നിറയെ ഫ്ലവറാണ്. ഇനി ഇതിൽ നല്ലതായിട്ട് വിടർന്ന് വരാൻ വേണ്ടിയിട്ട് കണ്ട മുട്ട് കുറേ ഉണ്ട്, കണ്ട നല്ല ഭംഗിയായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ നമ്മൾ നാട്ടിൻപുറങ്ങളിൽ എല്ലായിടും ഈ പ്ലാന്റ് ഒരുപാട് ഉണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മൾ കളിക്കുന്ന സമയമൊക്കെ ഇതിനെ പൊടിച്ചെടുത്ത് ഇലയില്ലാതെ ഒരു ജണ്ട് കണക്ക് കൊണ്ട് നടക്കുമായിരുന്നു. ഭയങ്കര മണം, ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. അങ്ങനെ തിരക്കി നടന്ന് എനിക്കൊരു പ്ലാന്റ് കിട്ടിയതാണേ. അപ്പോൾ ഞാൻ കൊണ്ടുവച്ച്, അപ്പോൾ എനിക്കും ഇത് അടിപൊളിയായിട്ട് ഫ്ലവറായിട്ടുണ്ടേ. നല്ല ഭംഗിയാണ്. കുറേ പേർക്കൊക്കെ, മുമ്പൊക്കെയുള്ള കുറേ പേർക്ക് അറിയായിരിക്കും. ഇപ്പോഴത്തെ തലമുറയ്ക്ക് കുറച്ച് പേർക്കൊന്നും ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണേ. ഇതിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട്, വീട്ടിനകത്തൊരു കപ്പിനകത്ത് വെള്ളത്തിലിട്ട് വെച്ചാലും ഇത് കേടുകൂടാതെ കുറേ ദിവസം ഈ പ്ലാന്റ് ഈ ഫ്ലവർ ഇരിക്കും. നല്ല മണത്തോടു കൂടി ഇരിക്കും. ഓരോ ആദ്യം വിരിഞ്ഞ് ഫ്ലവർ അങ്ങ് കരിഞ്ഞ് അങ്ങ് പോവും. പിന്നീട് വീണ്ടും അടുത്ത മുട്ട് ഇങ്ങനെ വിടർന്ന് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ജണ്ട് മാതിരി ഇത് കുറേ ദിവസം ഈ ചെടിയിൽ നിൽക്കും. അപ്പോൾ എല്ലാവരും ഇതൊരുപാട് പടർന്നങ്ങ് വളർന്നതുകൊണ്ട് അവിടെ അത്ര ഒരു പ്രദേശം മൊത്തം അങ്ങ് ഇത് കീഴടക്കും എന്നുള്ള ഒരു ഇതുകൊണ്ട് എല്ലാവരും അങ്ങ് വെട്ടിക്കളയുകയാണ് ചെയ്യണത്. അതാണ് ഈ പ്ലാന്റ് ഇപ്പോൾ കാണാനില്ലാതായത്. ഒരിടവും ഇല്ല ഇപ്പം. കുറച്ച് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇതിൻ്റെ മണവും ഈ പൂവും ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇതിനെ വളർത്തണുള്ളൂ. അപ്പോൾ ഈ ചെടി ആർക്കെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലവർ തീർന്ന ഉടനെ തന്നെ ഈ പ്ലാന്റ് ഫ്ലവർ തീർന്നതിന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചുറ്റും ഇതിൻ്റെ വേരോടിയിട്ട് തൈകൾ പൊട്ടി വരും. അത് നമുക്ക് ആവശ്യമില്ലാത്ത തൈകൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഓവറായിട്ട് കാട് പോലെ പ്ലാന്റ് ആവില്ല, നല്ല ഭംഗിക്ക് നിൽക്കുകയും ചെയ്യും. പിന്നെ ഇത് നിലത്ത് നടണേണ് നല്ലത്. വലിയ ചട്ടിയിൽ വെച്ചാലും നമുക്ക് ഫ്ലവർ കിട്ടും. നിലത്ത് വെച്ചാൽ എത്തി കൂടെ നല്ലതാണ്. പക്ഷേ വലിയ ചട്ടിയിലാണ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് പോകുന്നിടത്തൊന്നും പൊട്ടി ഓവറായിട്ട് തൈകൾ വരില്ല. പിന്നെ ഇതിന് നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ ഈ ചെടിയൊന്ന് നട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. നല്ല വെയിൽ കിട്ടണമനുസരിച്ച് ഇത് നന്നായിട്ട് ഫ്ലവർ ഇടും. പിന്നെ ഇതിന് വളമായിട്ട് നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല, വെറും മണ്ണിൽ നട്ടിട്ടേ ഉള്ളൂ. അല്പം ചാണകപ്പൊടി പോലും ഇട്ടിട്ടില്ല. നമുക്ക് ചാണകപ്പൊടിയും വളമൊക്കെ ഇട്ടാൽ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും നിറയെ ഫ്ലവർ ആയിരിക്കും. ഇപ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും ഇത് നന്നായിട്ട് ഫ്ലവർ ഇട്ടിട്ടുണ്ടേ. ഈ ജണ്ടുമുല്ല ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? കൂട്ടുകാരുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഇതുപോലെ ഒന്ന് നട്ട് വളർത്തണം. ആരും ഈ പ്ലാന്റിനെ പേടിക്കാതെ. ഇത് ഒത്തിരി ലീഫൊക്കെ ഒരു നല്ല ലീഫൊക്കെ കണ്ടാൽ വലിയ ലീഫാണ് ഇതിൻ്റെ. ആ ചെടി ഇല കൊണ്ട് മൂടി അതിൻ്റെ നടുക്ക് നമ്മൾ ജണ്ട് വെച്ച് എങ്ങനെ ഇരിക്കും അത് കണക്ക് തന്നെ ഇങ്ങനെയാണ്. ഇതിൻ്റെ നടുക്കായിട്ടാണ് ഇപ്പോൾ ഫ്ലവർ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഈ ചെടിയെ ഒന്ന് പരിപാലിച്ച് കൊണ്ടുപോകണം. ആരും നശിപ്പിച്ച് കളയരുതേ. നല്ലൊരു പ്ലാന്റാണിത്. കൂട്ടുകാർക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ കൂടെ ചെയ്യണം. ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. ഓക്കേ.